Welcome to Red Devils Talks, your home for Manchester United news, reactions, and live match coverage. ഗൈസ് വെൽക്കം ബാക്ക് ടു റെഡ് ഡെവിൾസ് ടോക്സ്. എല്ലാവർക്കും നമസ്കാരം. എന്താണോ വാര്യറെ നന്നാവാത്തത്? നമ്മളെ അപ്പൂപ്പനോട് ചോദിക്കേണ്ടതാണ്. വാര്യർ അപ്പൂപ്പൻ എന്ത് ചെയ്തിട്ട് അങ്ങനെ ഒരു മെനയാന്നില്ല സജി, എന്ത് ചെയ്തിട്ട് ഒരു മെനയാന്നില്ല. ആകെ ട്രാൻസ്ഫർ മാർക്കറ്റ് നോക്കിയാൽ തന്നെ ഒരു ഉറങ്ങിയ അവസ്ഥ. നമ്മുടെ അവസ്ഥയിലാണ്, നമ്മുടെ യുണൈറ്റഡിന്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാലാണ് ഒരു ഉറങ്ങിയ അവസ്ഥ. ആകെ ഒരു ഫെർണാണ്ടസിന്റെ പിന്നാലെ പോയിട്ട് കുറെ കാലങ്ങളായി. ആ ഡീല് ഒന്നും നടക്കുന്നുമില്ല. അതൊന്നിക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒന്നിക്കെ നമ്മൾ വോക്ക് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ അവന് ടോട്ടൻഹാം ഇതാക്കണം. ഇത് വെറുതെ സ്പേഴ്സ് കിടന്ന് വെറുതെ കളിക്കുകയാണ്. അവന്മാർക്ക് നമ്മൾ ഇപ്പൊ പൊട്ടിക്കും നമ്മള് നെടുമുടി മേടിച്ചോട്ടം പറയുന്നില്ല, ഇപ്പൊ പൊട്ടും. അതുപോലെയാണ് സ്പേഴ്സിന്റെ കളി. അത് വന്ന് പൊട്ടിക്ക് കീരട്ട പുല്ല് മടുത്ത് പണ്ടാരടങ്ങി വെറുതെ ഇങ്ങനെ കാത്തിരുന്ന് ഓരോ ദിവസം രാവിലെ എന്നിട്ട് ഇങ്ങനെ നോക്കും. പക്ഷെ എന്തെങ്കിലും ഒരു മണ്ണ കെട്ടിയില്ല, ഒരു തേങ്ങയില്ല. ആ എഡേഴ്സന്റെ സൈൻ ചെയ്തിട്ട് അവന്റെ മെഡിക്കൽ പോലും ചെയ്തിട്ടില്ല. ഇനി ആ ഡീലും നടന്നിട്ടില്ലേ ആവോ, മെഡിക്കൽ പോലും കംപ്ലീറ്റ് ആയിട്ടില്ല. എന്തൊരു അവസ്ഥ നോക്കിയേ. എലിയോട്ടിന്റെ മെഡിക്കലൊക്കെ അവിടെ അമേരിക്കയിൽ റെഡിയാക്കുന്നുണ്ട്. ഇവനും അമേരിക്ക തന്നെയല്ലേ ഉള്ളത്. അപ്പൊ അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല എനിക്കറിയാൻ പാടില്ല. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? പിന്നെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേസൺ മൗണ്ട്, നമ്മുടെ പഴയ ആശാൻ റൂബൻ അമോറിം ഇപ്പൊ AC മിലാനിലാണുള്ളത്. AC മിലാനിൽ പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് സൈനിങ് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. AC മിലാന്റെ റെക്കോർഡ് ട്രാൻസ്ഫർ ആണ് അവിടെ ബ്രേക്ക് ചെയ്തത് ഒരു പ്ലെയറിന് വേണ്ടിയിട്ട്. എനിക്ക് 75 to 80 മില്യൺ എങ്ങാനും. ഗോൺസാലോ റാമോസ്, പോർച്ചുഗലിന്റെ സ്ട്രൈക്കർ, അമോറിമിന്റെ ഫസ്റ്റ് സൈനിങ്. അപ്പൊ അമോറിം നോക്കുന്ന രണ്ടാമത്തെ സൈനിങ് ആണ് നമ്മുടെ മേസൺ മൗണ്ട്. മൗണ്ടിനെ അമോറിമിന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമോറിം ഗ്രീൻ ലൈറ്റ് AC മിലാനിന് കൊടുത്തിട്ടുണ്ട് മൗണ്ടിനെ കൊണ്ടുവരണം. അപ്പോ 20 to 25 ഒക്കെയാണ് തോന്നുന്നു, എനിക്ക് തോന്നുന്നു മാർക്കറ്റ് വാല്യൂ മൗണ്ടിനുള്ളത്. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, മൗണ്ടിന് അത്രയൊക്കെ കിട്ടിയാൽ മതിയോ? ശരിക്ക് ചെൽസിന്ന് വന്നതിന് ശേഷം ആ ഒരു ചെൽസിയിലെ ഒരു പെർഫോമൻസ് നമുക്ക് മൗണ്ടിന്റെ അടുത്ത് നിന്ന് ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ ചില മാച്ചസിലൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ചില മാച്ചസിൽ, എല്ലാ മാച്ചസും നമ്മൾ പറഞ്ഞു. കാരണം ഭൂരിഭാഗവും പുള്ളി ഇഞ്ചുറി ആയിട്ട് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. റിക്കവറി ആയിട്ടൊക്കെ വരും, പക്ഷേ ആ ഒരു കളി വരില്ല. വീണ്ടും ഒരു 2-3 ഗെയിം കഴിയുമ്പം വീണ്ടും ഇഞ്ചുറി ആവും. അതായിരുന്നു. അപ്പോ മൗണ്ടിനെ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കണം. പക്ഷെ ഒരു 25 ഒക്കെ ഭയങ്കര കുറഞ്ഞു പോയോ എന്നൊരു സംശയം. ഒരു 30 to 35 എങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് പിടിക്കണ്ടേ. പിന്നെ അപ്പോ അമോറിമിന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാം മൗണ്ടിന്റെ അടുത്താണ്. മൗണ്ട് ചിലപ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അമോറിമ് വിശ്വസിച്ചിട്ട് വിളിക്കുകയാണല്ലോ. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഗെയിം ടൈമും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ എന്തായാലും മൗണ്ടിനൊന്നും കിട്ടാൻ പോകുന്നില്ല, സബന്യായിരിക്കും മിക്കവാറും. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ മൗണ്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ മൗണ്ട് പോവാണെങ്കിൽ പോട്ടെ. കാരണം പുള്ളിയുടെ വേജസ് ഭയങ്കര കൂടുതലാണ് നമുക്കിവിടെ. അപ്പോ വൺ ഓഫ് ദ ഹയസ്റ്റ് സാലറി വാങ്ങുന്ന ഒരു പ്ലെയർ തന്നെയാണ്. അപ്പൊ മൗണ്ട് പോവാണെങ്കിൽ നല്ലൊരു ഇത് നമുക്ക് കിട്ടും, ട്രാൻസ്ഫറിൽ ഇറക്കാൻ പറ്റും നമുക്ക്. പക്ഷെ ഇതൊന്നും അപ്പൂപ്പിനെ ഇറക്കുന്നതായിട്ട് എനിക്ക് കാണുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. കെസമേറോ പോയി, കെസമേറോന്റെ സാലറി അവിടെ ഇതായി. സാൻജോ പോയി, മലാഷ്യ പോയി, കുറെ പേര് ഫ്രീ ട്രാൻസ്ഫറിൽ പോയല്ലോ. എന്നിട്ടൊന്നും അതിന്റെ ഒന്നും റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. അടുത്തത് നമ്മള് മെയിനായിട്ട് ഒരു പ്ലെയറിനെ നമുക്ക് സെയിൽ ചെയ്യണം. നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു പ്ലെയറാണ് മാനുവൽ ഉഗാർട്ടെ, ഉറുഗായി. കഴിഞ്ഞ മാച്ചിൽ, വേൾഡ് കപ്പ് മാച്ചിൽ പുള്ളിക്കാരന് ഒരു ഇഞ്ചുറി എന്ന് പറയാൻ പറ്റില്ല, ഒരു കുറച്ച് സീരിയസ് ആണ് സംഭവം. 9 to 12 months എങ്ങാനും ഔട്ട് എന്നൊക്കെയാണ് കണ്ടത്. കുറച്ച് സീന് ഡാർക്കാണ്. അപ്പൊ അതിപ്പോ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കാണ് അതൊരു വലിയ അടി കിട്ടിയിരിക്കുന്നത്. ഇനി സെയിൽ ചെയ്യാൻ പറ്റില്ല. ഇനി ആരാ വാങ്ങുക? ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോ അവന്റെ സാലറി കൊടുക്കേണ്ടി വരും. ഉഗാർട്ടെ പോയി കഴിഞ്ഞാൽ മാത്രമേ 3 മിനിറ്റ് കൊണ്ടുവരുള്ളൂ എന്ന് അപ്പൂപ്പൻ ആദ്യേ പറഞ്ഞതാണ്. ഉഗാർട്ടെ പോകുന്നതിനനുസരിച്ചിട്ടായിരിക്കും അടുത്തൊരു മിനിറ്റ് വരിക. പക്ഷെ ഇപ്പൊ മൗണ്ട് പോകുന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് കൊണ്ടുവരട്ടാ. കാരണം ഫസ്റ്റത്തെ ഇതിൽ നമുക്ക് മൗണ്ട് ഇല്ലായിരുന്നു. ഫസ്റ്റത്തെ പിക്ചറിൽ നമുക്ക് മൗണ്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ മൗണ്ട് വരികയാണെങ്കിൽ മൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ബാക്ക് ത്രീ മിനിറ്റിനെ കൊണ്ടുവരാൻ പറ്റി. ഇപ്പൊ എഡേഴ്സനെ കൊണ്ടുവന്നു. ഇനി ആര് വരും എന്നറിയില്ല.
നമ്മൾ ആരെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല, പല പേരുകളും ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഈ വെസ്റ്റ് ഹാമിന് എന്താണ് പറ്റിയത് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് അവർക്ക് ആകെ ഇനി 2 ദിവസം എങ്ങാനും ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ജൂണിലെങ്ങാനാണെന്ന് തോന്നുന്നുണ്ട് അവരുടെ ആ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ്, ആ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതായത് റെലഗേറ്റ് ചെയ്തിട്ടുണ്ട്, റെലഗേഷനിലേക്ക് പോയത് കൊണ്ട് അവർക്കൊരു പേയ്മെന്റ് അത്യാവശ്യമാണ്. എന്നിട്ടാണ് അവന്മാർ ഇത്ര വാശി പിടിച്ച് മത്തായസ് ഫെർണാണ്ടസിന് 80+ ആഡോൺസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറയുന്നത്. പക്ഷെ ഈ ഫെർണാണ്ടസ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു ന്യൂസ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനും ഇപ്പോ ഒരു തീരുമാനം എടുക്കും ഏത് ക്ലബിലാണ് എനിക്ക് പോവേണ്ടത്, ടോട്ടനാം ആണോ യുണൈറ്റഡ് ആണോ. പക്ഷെ അവനും അതൊരു പിക്ക് നടത്തിയിട്ടില്ല. ഇനി അവനും സാലറി കൂടുതൽ ആരാണോ തരിക, സ്പേഴ്സ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പേഴ്സ് 250 എങ്ങാനും പെർ വീക്ക് കൊടുക്കുന്നുള്ള രീതിയിലാണ് കണ്ടത്, 200 to 250. നമ്മളെന്തായാലും അത്ര എന്തായാലും നമ്മൾ കൊടുക്കില്ല, കാരണം നമ്മുടെ ആ ഒരു റിക്രൂട്ട്മെന്റ് പോളിസി തന്നെ അതാണ്. അത് ശരിക്ക് അപ്പൂപ്പനും ടീമും ചെയ്യുന്നത് നല്ലതാണ്. കാരണം പണ്ടിങ്ങനെ കുറെ വാങ്ങി സാലറി കൂട്ടി വാങ്ങി വെച്ചിട്ടാണ് ഇപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റാണ്ടത്. അപ്പൊ ഇവര് വന്നതിന് ശേഷം ആ ഒരു സംഭവം നല്ല സെറ്റാണ്. അതായത് സാലറി ഒക്കെ കുറച്ച് കമ്മിയായി നല്ല ജഗജില്ലിയായിട്ട് കൊണ്ടുവരാന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ് ഇപ്പൊ നടത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്ര സാലറി എന്തായാലും കൊടുക്കാൻ സാധിക്കില്ല. പിന്നെ അവന് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളൊക്കെ കളിക്കണം, ബിഗ്ഗസ്റ്റ് ക്ലബ് ഇൻ ദ വേൾഡിൽ കളിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യുണൈറ്റഡിലേക്ക് വരുമായിരിക്കും. പിന്നെ ലെഫ്റ്റ് വിങ്ങില് സമർവില്ലിന്റെ പേരുകൾ വന്നിട്ടുണ്ടായിരുന്നു. വേൾഡ് കപ്പിൽ നല്ല ഫോമിലാണ്, വെസ്റ്റ് ഹാമിലും അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ച ഒരു പ്ലെയർ ആണ്, പ്രീമിയർ ലീഗിൽ പ്രൂവൺ ആണ്. പക്ഷെ 50 million ആണ് ചോദിക്കുന്നത് വെസ്റ്റ് ഹാം അതിനും. ശരിക്ക് ഇവരെ രണ്ടുപേരെയും ക്ലബ് ചെയ്തിട്ട്, മത്തായസ് ഫെർണാണ്ടസിനെയും സമർവില്ലിനെയും ക്ലബ് ചെയ്തിട്ട് ഒരു ടാർഗറ്റഡ് പ്രൈസ് കൊടുത്തിട്ട് ശരിക്ക് കൺവിൻസ് ചെയ്ത് ക്ലോസ് ചെയ്യേണ്ടതാണത്. പക്ഷെ അത് എന്തുകൊണ്ടാണ് ക്ലോസ് ചെയ്യാതെ എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഈ വേൾഡ് കപ്പ് കഴിയട്ടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് കാത്തിരുന്ന് ഗോവിന്ദി ആവലായിരിക്കും ഉണ്ടാവുക. പിന്നെ വേറൊരു ന്യൂസ് കണ്ടില്ലേ, ലിവർപൂളിനെ റിജക്ട് ചെയ്തു ഡിയോമൻഡ് പറഞ്ഞു ഞാൻ PSG പോകുന്നുള്ളൂ. PSG ഹി പ്രിഫേഴ്സ് ടു ഗോ ഫോർ PSG. അപ്പൊ PSG മിക്കവാറും ബർക്കോള ഔട്ടാവും. ബർക്കോള ഓൾറെഡി പോകുന്നു പറഞ്ഞതാണല്ലോ PSG. അപ്പോ PSG ഇനിയിപ്പോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഡിയോമണ്ടൊക്കെ എന്തായാലും 100+ കൊടുക്കേണ്ടി വരും, 100+ 120 കൊടുക്കേണ്ടി വരും. കാരണം പൂൾ ഓൾറെഡി 100 ഇട്ടത് അവര് RB ലൈപ്സിഗ് റിജക്ട് ചെയ്തതാണ്. അപ്പൊ ഒരു 120 അവിടെ കൊടുക്കേണ്ടി വരും. അപ്പോ ബർക്കോളൊക്കെ ഒരു 100 ആയിരിക്കും മിക്കവാറും PSG ചോദിക്കുക. ആ ഒരു പ്രൈസ് എടുത്തിട്ട് അവന്മാർ ഇതിലിടും. അങ്ങനെയായിരിക്കും മിക്കവാറും ആ ഡീല് നടക്കാൻ പോകുന്നുണ്ടാവുക. നമുക്ക് സമർവില്ല് കിട്ടിക്കഴിഞ്ഞാലും സെറ്റാണ്, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു ആ ലെഫ്റ്റ് ബാക്കിന്റെ കാര്യങ്ങളും ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ലെവിസ് ഹാളിന്റെ പിന്നാലെ പോയി. ലാസ്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു പോസ്റ്റ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ആരാണ് ഈ ഹാളിന്റെ പേരൊക്കെ പറഞ്ഞത്? അങ്ങനെ ഒരു ടോക്സേ നടന്നിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ആരാടാ ഇതൊക്കെ പടച്ചു വിടുന്നത്? അങ്ങനെയൊക്കെ ആണെങ്കിൽ പണി പശുനെയിൽ തന്നെ കിട്ടൂട്ട. പിന്നെ ഒരു ന്യൂസ് ഉണ്ട്, നമ്മളെ ഈ ഒരു ഫിഫ വേൾഡ് കപ്പ് നടക്കുമ്പം ഒരു മന്ത്രവാദി, ഒരു ഫേമസ് ആയിട്ടുണ്ട്, ഒരു മാന്ത്രികൻ, ഇവിടെ നമ്മുടെ ആഫ്രിക്കൻ രാജ്യത്ത് ഗാനേൻ്റെതാന്ന് തോന്നുന്നു. യെസ്, ഗാനേൻ്റെ. അതായത് പുള്ളിക്കാരൻ ഇംഗ്ലണ്ട് ഗാന മത്സരം വന്നല്ലോ, അപ്പോ അതില് ഹാരി കെയിന് ഗോളടിക്കാൻ പറ്റില്ല. ഹാരി കെയിൻ ഇഞ്ചുറി ആവുമെന്ന് പറഞ്ഞിരുന്നില്ല, അത് പണ്ട് റൊണാൾഡോന് ഇഞ്ചുറി ആവുമെന്ന് പറഞ്ഞ് ഇഞ്ചുറി ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഹാരി കെയിന് ഗോളടിക്കാൻ പറ്റില്ല, അതിന് ശേഷമുള്ള കളി ഹാരി കെയിൻ ഗോളടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലെ ഹാരി കെയിൻ ഗോളടിച്ചു. പുള്ളിക്കാരൻ ഇപ്രാവശ്യം പറയും അത് ഫേക്ക് ആണോ എന്നാണ് ഇനി എന്റെ ബലമായ സംശയം. പക്ഷെ ഞാനത് കണ്ട സാധനം നിങ്ങൾ അറിയിക്കാന്ന് വിചാരിച്ചു. കുറച്ചതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. യുണൈറ്റഡ് ആയിരിക്കും നെക്സ്റ്റ് സീസണിൽ പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ്, നമ്മളായിരിക്കും ചാമ്പ്യന്മാർ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത്. മന്ത്രവാദി അപ്പം പറഞ്ഞിരിക്കുന്നത് മൈക്കൽ കാരിക് വിൽ വിൻസ് ഹിസ് ഫസ്റ്റ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പുള്ളിക്കാരന്റെ നാവ് പൊന്നാവട്ടെ. നമുക്ക് എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ്. കാരണം നമുക്ക് ചാമ്പ്യൻസ് ലീഗ് ഒന്നും നോക്കേണ്ടി വരില്ല, അടപടതായിരിക്കും. ഒരു കസ്മേറോന്റെ പക്ക റീപ്ലേസ്മെന്റ് ആയിട്ടുള്ള ഒരാളില്ല, നല്ലപോലെ മിഡില്ല, സ്ക്വാഡ് ഡെപ്ത് ഒന്നും ഇല്ലാണ്ട് യൂറോപ്പിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയോടടിയായിരിക്കും. ബയേണിനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട വരില്ല. ബയേണൊക്കെ കണ്ണിച്ചോരയില്ലാത്ത അടിയായിരിക്കും അടിക്കുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് പ്രീമിയർ ലീഗ് തന്നെ ഫോക്കസ് ചെയ്യണം. പ്രീമിയർ ലീഗ്, FA കപ്പ്, നമ്മുടെ കർബാവോ, ഇതിൽ തന്നെ നമ്മുടെ തട്ടകത്തിൽ തന്നെ ഒന്ന് ഫോക്കസ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ടൈറ്റിൽ കണ്ടന്റേഴ്സ് എങ്കിലും ആയി ടൈറ്റിൽ അടിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ സന്തോഷം ഉണ്ടാവും. അതിന്റെ കൂടെ FA കപ്പും കർബാവും അറ്റ്ലീസ്റ്റ് ഒന്നൊരു ഫൈറ്റ് ചെയ്യാൻ പറ്റണം.
കാരണം എല്ലാം യങ്സ്റ്റേഴ്സ് ന്യൂ മാനേജേഴ്സ് ആണ്. കാരിക്കും ആർട്ടേറ്റയും മാത്രമേ കുറച്ചൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൂ പ്രീമിയർ ലീഗിൽ. പിന്നെ ഡിസർബി വന്നു, ടോട്ടനാമിന് ഒന്ന് ജസ്റ്റ് ഒരു കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കാരണം ബാക്കി മാനേജേഴ്സിനൊന്നും ആർക്കും വലിയ പരിചയമില്ല, അതായത് ടീമിനെ പരിചയമില്ല. പ്രീമിയർ ലീഗിൽ പരിചയമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്, ടീമിനൊരു പരിചയമായിട്ടില്ല. മറസ്കൊക്കെ സിറ്റി ആയിട്ട് ഫസ്റ്റ് ആണ്, സാബി അലോൺസോ ഫസ്റ്റ് ആണ് ചെൽസിയിൽ, പിന്നെ നമ്മുടെ ഇറയോള ലിവർപൂളിൽ ഫസ്റ്റ് ആയിട്ടാണ്. അപ്പോ അങ്ങനെയൊക്കെ കാണുമ്പം ശരിക്ക് നമുക്ക് ആർസണലുമായിട്ട് ഒരു ടൈറ്റിൽ കണ്ടന്റേഴ്സ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പെപ്പില്ലല്ലോ, പെപ്പിന് പകരക്കാരനായിട്ട് ഇനി കാരിക്ക് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എന്തായാലും ട്രാൻസ്ഫർ നടക്കും തോന്നുന്നു. നമുക്ക് എന്താ പറയാൻ പറ്റുക, കാത്തിരുന്ന് മെലിഞ്ഞു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ഗൈസ്.